നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള വിഷൻ ഇടുക്കിനെറ്റ് അവതരിപ്പിക്കുന്ന ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓരോ വാരത്തിലും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പ്രാധാന്യമേറിയ വാർത്തകളുടെ വിശകലനവും വിലയിരുത്തലുമായി ഒരിക്കൽ കൂടി ഈ വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ് ന്യൂസ് ഹൈലൈറ്റ്സിലൂടെ. ഇത്തവണ ഏറ്റവുമധികം ജനങ്ങൾ ഏറ്റെടുത്ത ജില്ലയിലെ പ്രാധാന്യമേറിയ ഒരു വാർത്തയും ഒരു സംഭവവും ഹർത്താലായിരുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 ഹർത്താലാണ് കഴിഞ്ഞ വാരം അരങ്ങേറിയത്. ആദ്യ ഹർത്താൽ കേരളം ഒട്ടാകെയുണ്ടായിരുന്നു. ആ വാർത്തയിലേക്ക്. റബ്ബർ നെൽ കർഷകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക ഹർത്താലിന് ആഹ്വാനം നൽകിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. ഇതിനിടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിനെതിരെ വാഹന ഉടമകളും തൊഴിലാളികളും പ്രതിഷേധ സൂചകമായി വാഹന പണിമുടക്കം പ്രഖ്യാപിച്ചിരുന്നു. ഹർത്താൽ സംസ്ഥാന വ്യാപകമായി തന്നെ ജനജീവിതത്തെ ബാധിച്ചു. ഇടുക്കി ജില്ലയിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ നിരത്തുകളിൽ വാഹനങ്ങളുടെ സാന്നിധ്യവും പരിമിതമായിരുന്നു. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. സർക്കാർ ഓഫീസുകൾ പലതും തുറന്നു പ്രവർത്തിച്ചില്ല. പ്രവർത്തിച്ച സർക്കാർ ഓഫീസുകളിലെല്ലാം ഹാജർ നില വളരെ കുറവായിരുന്നു. വാഹന പണിമുടക്കിനെ തുടർന്ന് ടാക്സി വാഹനങ്ങളും സർവീസ് നിർത്തിവെച്ചത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്കായി ആശുപത്രികളിലേക്ക് പോകേണ്ടവർക്കാണ് ടാക്സി വാഹനങ്ങളുടെ അഭാവം തിരിച്ചടിയായത്. ഹർത്താലിനെ തുടർന്ന് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചു. തൊടുപുഴ, അടിമാലി, ഇടുക്കി, മൂന്നാർ, കുമളി, നെടുങ്കണ്ടം, ശാന്തൻപാറ, രാജാക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം പ്രകടനങ്ങൾ നടന്നു. ചില വ്യാപാര സ്ഥാപനങ്ങളും ഏതാനും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയെങ്കിലും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനങ്ങൾ തടയാനോ ഹർത്താൽ അനുകൂലികൾ ശ്രമിച്ചതായി റിപ്പോർട്ടുകളില്ല. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. 3 വിഭാഗങ്ങൾ ഒരുമിച്ച് നടത്തിയ ഹർത്താൽ. ആ വിശേഷണം കൊണ്ട് തന്നെ ഹർത്താൽ കേരളത്തിൽ ശ്രദ്ധേയവുമായിരുന്നു. ഇടത് കർഷക സംഘടനകൾ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മീനാകുമാരി കമ്മീഷനെതിരെ മറ്റൊരു പണിമുടക്ക്. ഇതിനിടയിലായിരുന്നു തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ പ്രതിഷേധിച്ച് വാഹന പണിമുടക്കും. തത്വത്തിൽ ഇത് 3 ഒരുമിച്ചായിരുന്നു നടന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരവുമായി. പക്ഷേ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഇടതുമുന്നണി ഹർത്താലിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ കട്ടപ്പനയെ ഒഴിവാക്കി എങ്കിൽ കൂടി കട്ടപ്പനയിൽ ഹർത്താൽ അരങ്ങേറുക തന്നെ ചെയ്തു. ഇടത് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താലിൽ നിന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഒഴിവാക്കിയെങ്കിലും മോട്ടോർ വാഹന പണിമുടക്ക് നടക്കുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതോടെ വിജനമായി തീർന്ന കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടന്നുവരുന്ന ബൈബിൾ കൺവെൻഷൻ തടസ്സപ്പെടാതിരിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇടത് സംഘടനാ നേതാക്കൾ കട്ടപ്പന പഞ്ചായത്തിനെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയത്. 4 ദിവസം മുൻപാണ് കട്ടപ്പന പഞ്ചായത്ത് മറ്റൊരു ഹർത്താലിനെ അഭിമുഖീകരിച്ചത് എന്നതും കട്ടപ്പന പഞ്ചായത്തിനെ സംസ്ഥാന ഹർത്താലിൽ നിന്ന് ഒഴിവാക്കാൻ പ്രേരണയായി. ക്രൈസ്തവ വിശ്വാസികൾ ഉയർപ്പ് തിരുനാൾ ആഘോഷത്തിനായി ഒരുങ്ങുന്നതിനിടെയാണ് ഒരു സംഘം ആളുകൾ ഹൈന്ദവരുടെ പേര് പറഞ്ഞ് വർഗീയ വികാരമിളക്കി വിട്ടുകൊണ്ട് ശനിയാഴ്ച അനാവശ്യ ഹർത്താലിലേക്ക് കട്ടപ്പനയെ തള്ളിവിട്ടത്. ഈ ഹർത്താൽ ഈസ്റ്റർ ആഘോഷത്തിന് തയ്യാറെടുത്ത ക്രൈസ്തവ വിശ്വാസികളെയും കട്ടപ്പന നഗരത്തിന്റെ വാണിജ്യ വ്യാപാര മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു. പൊതുസ്ഥലത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും പോലീസ് അത് നീക്കം ചെയ്തതിനെതിരെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് കട്ടപ്പനയെ വർഗീയ കലാപത്തിന്റെ ഭൂമിയാക്കാനുള്ള ശ്രമമാണ് അന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ നടത്തിയത്. എന്നാൽ നാടിന്റെ മതേതരത്വം തകർക്കുന്ന ഇവരുടെ മുദ്രാവാക്യങ്ങൾക്കെതിരെ സമാധാനകാംക്ഷികളായ ഹൈന്ദവരിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. ഇതിനിടെയാണ് മതവിശ്വാസത്തെ മാനിച്ചുകൊണ്ട് കട്ടപ്പന പഞ്ചായത്തിനെ ഹർത്താലിൽ നിന്നൊഴിവാക്കി ഇടത് കർഷക സംഘടനകൾ മാതൃകയായത്. എന്നാൽ മോട്ടോർ വാഹന പണിമുടക്കിൽ നിന്ന് കട്ടപ്പനയെ ഒഴിവാക്കാത്തതും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിനെ പിന്തുണച്ചതും കട്ടപ്പന പഞ്ചായത്തിന് ഹർത്താലിന്റെ പ്രതീതി സമ്മാനിച്ചു. ഏതാനും സ്വകാര്യ വാഹനങ്ങളും ചില ഓട്ടോറിക്ഷകളും മാത്രമാണ് കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും സർവീസ് നടത്തിയത്. കട്ടപ്പന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ ഏറെയും അടഞ്ഞുകിടന്നു. കട്ടപ്പന നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായി മാത്രം തുറന്നു പ്രവർത്തിച്ചതും വാഹനങ്ങളുടെ അഭാവവും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയെന്നതിനെ തുടർന്ന് വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിയ ജനങ്ങളെ ഏറെ വലച്ചു. ക്യാമറാമാൻ ജിതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം KM സുനോബി, ഇടുക്കിനെറ്റ് ന്യൂസ്. ഓരോ ഹർത്താലും ആഹ്ലാദത്തിന്റെയും ആരവങ്ങളുടെയും ഇടയിൽ കടന്നുപോകുമ്പോൾ ഇതിനിടയിൽ വേദന അനുഭവിക്കുന്നവരുടെ മുഖങ്ങൾ നമ്മൾ മറക്കാതിരുന്നേ പറ്റൂ. അത്തരം ചില കാഴ്ചകൾ
ഞങ്ങൾ ജനങ്ങൾക്കുമുണ്ട് പറയാൻ എന്ന സെഗ്മെന്റിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിരുന്നു. ഒരിക്കൽ കൂടി ഹർത്താലായിട്ട് സാധാരണ ഹർത്താലിൻ്റെ അത്രയും പോലും ആളില്ലെന്ന്. ഇവിടെ തന്നെ ആക്കിയിട്ട് ഒരു പ്രയോജനമില്ല, ചുമ്മാ തുറന്നു വെച്ചോണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഹർത്താലിൻ്റെ അത്രയും പോലും കച്ചവടമില്ലൊന്നുമില്ല, ആളുമില്ല. ശരിക്കും ബാധിക്കുന്ന കച്ചവടക്കാരാണ് ഏതൊരു ഹർത്താൽ വന്നാലും. പിന്നെ ഇതിൻ്റെയൊക്കെ പേര് നടത്തുന്നതിൻ്റെ ഒരു ഗുണം ആ ജനങ്ങൾക്ക് ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ മാത്രമേ ജനങ്ങൾക്കുണ്ടാകുന്നു. ഞങ്ങളുടെ 20 ഏക്കറിന് പോയാൽ 20 ഏക്കറിന് പോയിട്ട് മരുന്നൊന്നും കിട്ടിയില്ല. മരുന്ന് അവിടെ ഇല്ല, ഡോക്ടർമാർ പോലും ഇല്ല. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ വരെ വണ്ടിക്കൂലി മുടക്കി പോയി കരഞ്ഞുകൊണ്ട് പോയാൽ മേടിക്കാൻ പൈസ ഇല്ലല്ലോ. അതിനെന്നാ ചെയ്യുന്നതെന്ന് ഓർത്താണ് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അത് ഓട്ടോ പോലും ഇല്ല. ഞങ്ങൾ അലഞ്ഞാ വന്നേ, അവിടെ നിന്ന് മടുത്ത് അവിടുന്ന് പോകുന്നത്. ഹർത്താലായിക്കൊണ്ട് ഓട്ടം തീർത്തും മടുപ്പാ. ഹർത്താൽ ഏതെങ്കിലും രീതിയിൽ ഹർത്താൽ അനുകൂലികൾ വണ്ടികൾ ജില്ല എറിഞ്ഞ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കടകൾ അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആരും സമാധാനം പറയാനോ അതിനൊരു പരിഹാരം കാണാനോ ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ആരും കടകൾ തുറക്കാനോ അല്ലെ വാഹനങ്ങൾ നിരത്തിലിറക്കാനോ തയ്യാറാകുന്നില്ല. പിന്നെ ഓരോ ദിവസവും ഭാരിച്ച ജീവിത ചെലവുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നു, സർക്കാരിന് കോടികൾ നഷ്ടം വരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാലം കഴിഞ്ഞു. ഇവരുടെ ഈ ദുഃഖം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം വേദനയോടുകൂടി പറയട്ടെ. ഇനി പണിക്കൻകുടിയിൽ മിനിങ്ങാന്നരങ്ങേറിയ ഹർത്താൽ മറ്റൊരു കാര്യത്തിനായിരുന്നു. കാട് വിട്ട് നാട്ടിലേക്കിറങ്ങിയ കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാത്തതിൽ പ്രതിഷേധിച്ച് ഇവിടെയും നടന്നു മറ്റൊരു ഹർത്താൽ. കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടി, പാറത്തോട്, ഇരുമലക്കപ്പ് മേഖലകളിൽ 2 ദിവസം മുമ്പാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാറത്തോട് സ്വദേശി അഭിജിത്ത്, പുല്ലുകണ്ടം പട്ടുകുളത്തിൽ ഷാലി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാട്ടുപോത്തിന്റെ തൊഴിയേറ്റ അഭിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 ഷാലിക്ക് നേരെ ആക്രമണമുണ്ടായത്. 2 കാലുമൊടിഞ്ഞ ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നാണ് സൂചനകൾ. 2 ദിവസം പ്രദേശത്തെ ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുമെന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പണിക്കൻകുടിയിലെത്തിയ റോഷി അഗസ്റ്റിൻ MLA-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി SP KV ജോസഫ്, മൂന്നാർ DFO എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത്. അടിമാലി CI സജി മാർക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെടിവെച്ചു കൊല്ലുന്നതിനായി പോത്തിനെ തേടി ഇരുമലക്കപ്പ് ഭാഗത്തേക്ക് തിരിച്ചിരുന്നു. എന്നാൽ പോത്തിനെ കണ്ടെത്താൻ പോലീസ് അധികാരികൾക്ക് കഴിയാത്തതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. 2 ദിവസമായി മേഖലയിൽ ഭീതി പടർത്തി നടക്കുന്ന കാട്ടുപോത്ത് ഇന്നലെ ചതുപ്പിൽ തളർന്നു വീണിരുന്നു. ഈ സമയം വനപാലകരെ വിവരമറിയിച്ചെങ്കിലും ഇവർ എത്താൻ വൈകിയതാണ് കാട്ടുപോത്ത് രക്ഷപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ ഇന്ന് പാറത്തോടിലും പരിസര പ്രദേശങ്ങളിലും ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചത്. ഹർത്താലിനെ തുടർന്ന് വ്യാപാരികൾ കടകൾ അടച്ചിട്ടു. വാഹനങ്ങൾ ഓടാൻ അനുവദിക്കാതെ ചില യുവജന സംഘടനകൾ ഹർത്താലിന് നേതൃത്വം നൽകി. 3 ദിവസം ജനം സമാധാനമില്ലാണ്ട് വളരെ പ്രതിസന്ധിയിലാണ്. നാട്ടുകാർ ഉറക്കം കെടുത്തിരിക്കുകയാണ് ഈ കാട്ടുപോത്ത് ഇറങ്ങിയിട്ട്. അതിന് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതോടെ വരെ നാട്ടുകാർ വഴി റോഡ് ഉപരോധം മുതലായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. ഞങ്ങൾ വീട് വിട്ട് ജോലിയും വിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം? നാളെ റേഷൻ കാർഡിന്റെ ഫോട്ടോ എടുക്കല, ബാങ്കിൽ കയറേണ്ട കാര്യങ്ങളുണ്ട്, ബാങ്കിൽ ഫോട്ടോ എടുക്കണം, ബാങ്കിൽ അക്കൗണ്ട് എടുക്കണേ. ഇതിനെല്ലാം വേണ്ടി മെനക്കെട്ട് വരുവാ വീട്ടിൽ നിന്ന്. എന്നാൽ കാട്ടുപോത്ത് ഇറങ്ങിയതിന് ഹർത്താൽ ആചരിക്കുന്നത് എന്തിനാണ് എന്നാണ് ഹർത്താലിനെ എതിർക്കുന്നവരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. എല്ലാവരും നടത്തുന്നു ഹർത്താൽ, പണിമുടക്ക്, ബന്ദ്. പക്ഷേ ആർക്ക് നേരെയാണ് ഈ ശരങ്ങൾ എറിയുന്നത്? ഇതിനൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനം ലഭിക്കാറുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വസ്തുത കൂടി പ്രേക്ഷകർക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. കാട്ടുപോത്തിനെ വെടിവെക്കാത്തതിന് പണിക്കൻകുടിയിൽ നടന്ന ഹർത്താൽ തത്വത്തിൽ ഫലം കണ്ടിരിക്കുന്നു. കാരണം കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്നു. ഇനിയുമുണ്ട് ഏറെ കാട്ടുപോത്തുകളും വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി വിഹരിക്കുന്നത്. ഇവരെയൊക്കെ ആര് വെടിവെക്കും? ഇവർക്ക് വേണ്ടി ഏതൊക്കെ നാട്ടുകാർ ഇനി ഹർത്താലുമായി രംഗത്തിറങ്ങും? കാത്തിരുന്ന് കാണേണ്ടി വരും. സാധാരണക്കാരൻ ഏറെ പ്രതീക്ഷയോടുകൂടി ഒരു വാഹനം വാങ്ങി
CC അടയ്ക്കാതിരുന്നാൽ അത് ജപ്തി ചെയ്തുകൊണ്ട് പോകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വാഹനങ്ങൾ കോടതി മുഖാന്തരം ജപ്തി ചെയ്തിരിക്കുന്നു. ഇത് മറ്റെവിടെയുമല്ല, കുമളി ഗ്രാമപഞ്ചായത്തിലാണ്. ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. കുമളി ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് അടക്കം 2 വാഹനങ്ങൾ ജപ്തി ചെയ്തു. വാഹനാപകടത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് ജപ്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനവും ജപ്തി ചെയ്തു. 2000 പീരുമേടിന് സമീപം നിന്നുകൊള്ളിപ്പാറ വെച്ച് നടന്ന അപകടവുമായി ബന്ധപ്പെട്ട കേസിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജപ്തി. കുമളി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് ഗ്രാമസഭ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 5 പേർ തൽക്ഷണം മരിച്ചു. മാലിന്യ ശേഖരണത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനം യാത്രാവാഹനമായി ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കോടതിയെ സമീപിച്ച മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പഞ്ചായത്തിനോട് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ആദ്യം പഞ്ചായത്ത് വക സ്ഥലവും കെട്ടിടവുമാണ് ജപ്തി ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ പഞ്ചായത്തിന്റെ വക ഭൂമിയുടെ ആധാരം ലഭ്യമല്ലാത്തതിനാൽ ജപ്തി നടപടികൾ നടന്നില്ല. തുടർന്ന് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ വീണ്ടും കോടതിയെ സമീപിച്ചാണ് വാഹനങ്ങൾ ജപ്തി ചെയ്തതിനുള്ള അനുമതി നേടുന്നത്. അത് ജനകീയാസൂത്രണ പ്രവർത്തനായ PM മാത്യു എൻ്റെ പിതാവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ MACT കോടതി കേസ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2007 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധിയുണ്ടാവും. നഷ്ടപരിഹാര തുക പഞ്ചായത്ത് തരണമെന്നായിരുന്നു വിധി. ആ വിധി പ്രകാരം പഞ്ചായത്ത് തുക കെട്ടിവെക്കാതെ വന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം 2007 തന്നെ ജപ്തി ചെയ്തു. ആംബുലൻസും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനവുമാണ് ജപ്തി ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കുമളി. വർഷമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പഴക്കമെങ്കിൽ ഇതുപോലെ തന്നെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച് നിലകൊള്ളുന്ന മറ്റൊരു ഘടകം കൂടി ഇടുക്കി ജില്ലയിലുണ്ട്. അത് മറ്റെവിടെയുമല്ല, വണ്ടിപ്പെരിയാറിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലം. ഇത് പുനർനിർമ്മിക്കുവാൻ തീരുമാനമായിരുന്നു. ഇതിനുവേണ്ടി നിരവധിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ ഈ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. വണ്ടിപ്പെരിയാറ്റിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് അസംഷൻ ചർച്ചിന്റെ കുരിശടിയും എക്സൈസ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടവും പൊളിച്ചു മാറ്റിയിരുന്നു. പുതിയ എക്സൈസ് ഓഫീസ് പണിയുന്നതുവരെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നിലവിലുള്ള എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുവാനും അസംഷൻ ചർച്ചിന്റെ കുരിശടി പണിയുന്നതിന് പഴയ എക്സൈസ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന് പുറകുവശത്തായുള്ള സ്ഥലം നൽകുവാനും മുൻപിരുന്ന ഇടുക്കി ജില്ലാ കളക്ടർ അജിത് പാട്ടേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഈ തീരുമാനമനുസരിച്ച് അസംഷൻ ചർച്ചിന്റെ കുരിശടി നിർമ്മാണം ആരംഭിച്ചതാണ്. എന്നാൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുരിശടി പണിയുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രകോപനകരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ താൽക്കാലികമായി വണ്ടിപ്പെരിയാറ്റിലെ പുതിയ പാല നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണത്തിനായാണ് ഇടുക്കി ജില്ലാ കളക്ടർ KR രതീശൻ സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷം തീരുമാനം ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു. ഇടുക്കി ജില്ലാ കളക്ടർക്കൊപ്പം പീരുമേട് തഹസിൽദാർ AC ദേവസ്യയും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. മതത്തിനു വേണ്ടിയും ജാതിക്കു വേണ്ടിയും സംഘടനകൾക്ക് വേണ്ടിയും ഒക്കെ പരസ്പരം മത്സരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക: വികസനം അത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാരണങ്ങളാൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ തടയുന്നത് ആർക്കും ഭൂഷണമല്ല. മറക്കാതിരിക്കുക. ഏതൊരു പൗരനും ഭരണഘടന നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളിലൊന്നാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. ഇതിന്റെ ആദ്യപടി മറ്റൊന്നുമല്ല, SSLC പരീക്ഷ തന്നെയാണ്. ഇത്തവണത്തെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഞങ്ങൾ പ്രേക്ഷകരിലെത്തിച്ചിരുന്നു. പരീക്ഷാഫലം വളരെ പെട്ടെന്ന് മൂല്യനിർണ്ണയം നടത്തി പുറത്തെത്തിക്കുവാനുള്ള വ്യഗ്രത ചിലർ കാട്ടി എന്നതാണ്. അതുകൊണ്ട് തന്നെ മൂല്യവത്തായ മൂല്യനിർണ്ണയം നടന്നിട്ടില്ല എന്നതാണ് ആക്ഷേപം. ഇത്തവണ പരീക്ഷാഫലം പുറപ്പെടുവിക്കുവാനിരിക്കെ ഈ തീയതി മാറ്റിവെച്ചിരിക്കുന്നു. ഈ വാർത്തയും ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചു. സാധാരണ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഒരു ദിവസം 2 കെട്ട് ഉത്തരക്കടലാസുകളാണ് ഒരധ്യാപകൻ പരിശോധിക്കേണ്ടത്. ഒരു കെട്ടിൽ 18 ഉത്തരക്കടലാസുകളാണ് ഉണ്ടാവുക. 36 ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇതിന്റെ ഇരട്ടിയിലേറെ മൂല്യനിർണ്ണയം നടത്തേണ്ട ഗതികേടിലാണ് അധ്യാപകർ.
രാവിലെ 8 മുതൽ ആരംഭിക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഇത്രയും ഉത്തരക്കടലാസുകൾ ഒരധ്യാപകന് തന്നെ നോക്കി തീർക്കാനാവില്ല എന്ന് വിവിധ അധ്യാപക സംഘടനകൾ പറയുന്നു. ധൃതി പിടിച്ച് മൂല്യനിർണ്ണയം നടത്തി SSLC ഫലം നേരത്തെ പ്രഖ്യാപിക്കുന്നത് പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്കോ വിദ്യാഭ്യാസ മേഖലയ്ക്കോ യാതൊരു പ്രയോജനമില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഫലം നേരത്തെ പ്രഖ്യാപിച്ചാലും +1 പ്രവേശന നടപടികൾ ആരംഭിക്കാൻ 2 മാസം കാത്തിരിക്കണം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 16-ന് ഫലം പ്രഖ്യാപിച്ചെങ്കിലും +1 പ്രവേശന നടപടികൾ ആരംഭിച്ചത് ജൂണിലാണ്. ക്ലാസ് ആരംഭിച്ചത് ജൂലൈ 14-ലും. CBSE സിലബസിന്റെ 10ാം ക്ലാസ് ഫലം വന്ന ശേഷം മാത്രമാണ് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സിലബസിലെ ഇത്രയും നേരത്തെ ധൃതി പിടിച്ച് എന്തിനാണ് ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത് എന്ന ആരോപണമാണ് അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒരേപോലെ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. രാജ്യത്താകെ തീവ്രവാദത്തിന്റെ കേന്ദ്രബിന്ദുവിലേക്ക് ചില മേഖലകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ഏറെ ആഹ്ലാദത്തിലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ താരതമ്യേന വിരളമാണ് എന്നത് തന്നെയാണ്. ഈ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കൊച്ച് ഇടുക്കി ജില്ലയിൽ ഇത്തരമൊരു കേസ് അരങ്ങേറിയത്. മറ്റൊന്നുമല്ല, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസായിരുന്നു അത്. തീർച്ചയായും ഇതിന്റെ പിന്നിൽ തീവ്രവാദപരമായ നിലപാടുകൾ തന്നെയായിരുന്നു. ഈ കേസിന്റെ വിധി പറയുന്നതും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ ഈ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഈ മാസം 23-ാം തീയതിയാണ് വിധി പറയുക. കൊച്ചി NIA കോടതിയിൽ കേസിന്റെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞു. ബികോം സെമസ്റ്റർ പരീക്ഷയ്ക്കായി തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചകനെ നിന്ദിക്കുന്ന ചോദ്യം ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ TJ ജോസഫിനെ ആക്രമിച്ചത്. ഒളിവിൽ പോയ 6 പേരൊഴികെ കേസിലെ 31 പ്രതികൾക്കുള്ള ശിക്ഷയാണ് കോടതി 23-ാം തീയതി വിധിക്കുന്നത്. ഭീകരാക്രമണത്തിന് സമാനമായ തയ്യാറെടുപ്പുകളോടെ ഒരു വ്യക്തിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്ന കൈവെട്ട് കേസ് സംസ്ഥാനത്തെ തീവ്രവാദ കേസുകളിൽ സമാനതകളില്ലാത്തതാണ്. ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന TJ ജോസഫിനെ 2010 ജൂലൈ 4-ന് വീടിനടുത്ത് വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും കൈപ്പത്തി വെട്ടിമാറ്റുകയും ചെയ്തുവെന്നാണ് കേസ്. നാടൻ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷമുണ്ടാക്കി നാട്ടുകാരെ അകറ്റിയ ശേഷമായിരുന്നു ആക്രമണം. ന്യൂമാൻ കോളേജിലെ ബികോം 2ാം സെമസ്റ്ററിൽ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ അധ്യാപകനായ TJ ജോസഫ് പ്രവാചകനെ നിന്ദിക്കുന്ന ചോദ്യം ഉൾപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു കൈപ്പത്തി വെട്ടിമാറ്റിയത്. ആദ്യം കേസ് അന്വേഷിച്ച കേരള പോലീസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും SDPIയുടെയും പ്രവർത്തകരായ 54 പേരെ പ്രതി ചേർത്തു. പിന്നീട് 2001 മാർച്ച് 9-ന് NIA കേസ് ഏറ്റെടുക്കുകയായിരുന്നു. 37 പേർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. എന്നാൽ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സവാദ് എന്ന മുഖ്യപ്രതിയെയും മുഖ്യ ആസൂത്രകനായ MK നാസറിനെയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇവരുൾപ്പെടെ 6 പേർ ഇപ്പോഴും ഒളിവിലാണ്. 31 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രഹസ്യ വിചാരണയാണ് കൊച്ചി NIA കോടതി നടത്തിയത്. വിചാരണവേളയിൽ 306 സാക്ഷികളെ NIA ഹാജരാക്കിയിരുന്നു. കേസിലെ പ്രധാന സാക്ഷിയായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ ഭാര്യ സലോമിയുടെ ആത്മഹത്യയും ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ TJ ജോസഫ് നടത്തിയ നിയമ പോരാട്ടവും കേസിനൊപ്പം ചരിത്രത്തിന്റെ ഭാഗമായി. സമുദായ സൌഹാർദ്ദം തകർത്ത് സ്വന്തം സമുദായത്തിലുള്ളവരെ വിധ്വംസക പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു പ്രതികളുടെ തന്ത്രമെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രൊഫസർ TJ ജോസഫിനെ സ്വന്തം നിലയ്ക്ക് വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ച് നടപ്പാക്കുന്ന തീവ്രവാദ രീതിയാണ് പ്രതികൾ സ്വീകരിച്ചതെന്നും കുറ്റപത്രത്തിലുണ്ട്. NIA രൂപീകൃതമായ ശേഷം സംസ്ഥാനത്തുണ്ടായ ആദ്യ തീവ്രവാദ കേസെന്ന പ്രത്യേകത കൂടി ഈ കൈവെട്ട് കേസിനുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളും ജാതീയമായ നിലനിൽപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അക്രമങ്ങളും തീവ്രവാദവും ഒന്നും ഒരിക്കലും ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമില്ല. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശങ്ങൾ പറയുന്ന ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലാണ് ഇത്തരം തീവ്രവാദപരമായ നിലപാടുകളും കേസുകളും മുറിപ്പാടുകൾ വീഴ്ത്തുന്നത്. മതേതരത്വം അത് നമ്മുടെ ഭരണഘടനയുടെ മുദ്രാവാക്യം തന്നെയാണ്. ജില്ലയിൽ ചിക്കൻ പോക്സ് പടർന്നു പിടിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന ചൂടുമാണ് ചിക്കൻ പോക്സ് പടർന്നു പിടിക്കുവാൻ കാരണമായിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള ഒരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ തവണ ജനങ്ങളിൽ എത്തിച്ചിരുന്നു. ആരോഗ്യത്തിന് ഹാനികരമെന്ന സെഗ്മെന്റിലൂടെ.
ചൂടുകാലത്തിന്റെ സ്വന്തം രോഗമെന്ന് വിശേഷിപ്പിക്കുന്ന ചിക്കൻ പോക്സ് വേനൽ തുടങ്ങിയതോടുകൂടി ജില്ലയിൽ വ്യാപിക്കുകയാണ്. വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ പോക്സിന്റെ രോഗകാരണം. പനി, തലവേദന എന്നിവയോടൊപ്പം ശരീരത്തിൽ കുമിളകൾ പൊങ്ങിവരുന്നതാണ് പ്രധാന രോഗലക്ഷണം. കുട്ടികളിലാണ് ചിക്കൻ പോക്സ് കൂടുതലായും കണ്ടുവരുന്നത് എങ്കിലും ഏത് പ്രായത്തിലുള്ളവരെയും രോഗം ബാധിക്കാറുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് തീവ്രതയും കൂടും എന്നത് ഈ രോഗത്തിന്റെ പ്രത്യേകതയുമാണ്. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത കുറവാണ് എങ്കിലും അപൂർവം പേരിൽ രോഗം ആവർത്തിച്ചും കാണാറുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്നവരുടെ ഞരമ്പുകളിൽ അവശേഷിക്കുന്ന വൈറസ് പിന്നീട് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഞരമ്പ് പൊട്ടി എന്ന രോഗമായി പുറത്തുവരാറുണ്ട്. ശക്തമായ വേദനയോടുകൂടി ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം കുമിളകൾ പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗാവസ്ഥയുള്ളവരിൽ നിന്നും മറ്റുള്ളവർക്ക് ചിക്കൻ പോക്സ് പിടിപെടുവാനും സാധ്യതയുണ്ട്. കുമിളകൾ പൊട്ടിയുണ്ടാകുന്ന സ്രവത്തിലൂടെയോ ചുമ, തുമ്മൽ എന്നിവയിലൂടെ പുറത്തുവരുന്ന രോഗാണുക്കൾ വഴി വായുവിലൂടെയോ ആണ് രോഗം പകരുന്നത്. ഇത്തരത്തിൽ രോഗം പകരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അസുഖത്തിന്റെ ആദ്യ ദിനങ്ങളിലാണ്. കുമിളകൾ പൊങ്ങി ദിവസങ്ങൾക്ക് ശേഷം പൊറ്റ പൊഴിയുന്നതോടെ യഥാർത്ഥത്തിൽ രോഗം പകരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ രോഗം പകർന്നു കിട്ടുന്ന ആളുകളുടെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 10 മുതൽ 20 ദിവസം വരെയാണ് എടുക്കുക. അപ്പോഴേക്കും ആദ്യത്തെ രോഗി പൂർണ്ണമായും രോഗവിമുക്തി നേടിക്കഴിഞ്ഞിരിക്കും. അതിനാൽ അസുഖം മാറി കുളിക്കുന്ന സമയത്താണ് ചിക്കൻ പോക്സ് പകരുന്നതെന്ന ധാരണ സാധാരണക്കാർക്കിടയിൽ ഉണ്ട്. രോഗകാരിയായ വൈറസ് പെരുകുന്നതോടെ പനിയും തലവേദനയും മറ്റും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. താമസിയാതെ നെഞ്ച്, വയർ, മുഖം എന്നിവിടങ്ങളിൽ ചെറിയ കുമിളകൾ പൊങ്ങും. ചുറ്റിലും ഇളം ചുവപ്പ് നിറത്തോടെ ചേമ്പിലയിൽ വെള്ളത്തുള്ളികൾ പോലെയുള്ള കുമിളകൾ ക്രമേണ ഇളം മഞ്ഞ നിറമാകുകയും പിന്നീട് പൊറ്റം കിട്ടുകയും ചെയ്യുന്നു. കുമിളകൾ പൊങ്ങിക്കഴിഞ്ഞാൽ 2-4 ദിവസത്തിനകം ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും പടരുന്നു. നെഞ്ച്, വയർ, മുഖം എന്നിവിടങ്ങളിലാണ് കൂടുതലും കുമിളകൾ കാണുന്നത്. തുടക്കത്തിൽ ഇവ തൊട്ടാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരിക്കും. കുമിളകൾ പൊങ്ങിയത് മുതൽ പൊറ്റൻ അടർന്നു വീഴുന്നത് വരെ ചൊറിച്ചിൽ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അധികം ചൊറിഞ്ഞു പൊട്ടി വ്രണമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അണുബാധയേൽക്കാതിരിക്കുവാൻ വിരലുകളും നഖങ്ങളും വൃത്തിയായി സൂക്ഷിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുമിളകൾ വ്രണങ്ങളാവാതെ സൂക്ഷിച്ചാൽ രോഗം മാറിക്കഴിഞ്ഞാൽ ശരീരത്ത് പാടുകൾ അവശേഷിക്കില്ല. പരിപൂർണ വിശ്രമവും മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുന്ന നിലപാടുമാണ് ഈ രോഗത്തെ നിയന്ത്രിക്കുവാനുള്ള ഏക മാർഗം. ഓപ്പറേഷൻ കുബേര വട്ടിപ്പലിശക്കാരെയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ധനാഢ്യന്മാരെയും വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പുറപ്പെടുവിച്ച ഒരു പ്രത്യേക ഏർപ്പാടായിരുന്നു. ഇതിലൂടെ എത്ര പേർക്ക് നീതി ലഭിച്ചു? ആ ചിന്ത പിന്നീടാകട്ടെ. ഇപ്പോൾ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുവാൻ കൈവശമില്ലാതെ നിവൃത്തികെട്ട മാതാപിതാക്കൾ പ്രായപൂർത്തിയാകാത്ത തന്റെ പെൺകുഞ്ഞിനെ കടക്കാരന് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു. ഞെട്ടിക്കുന്ന ഈ വാർത്തയെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിരുന്നു. ഒരു പുനർവിചിന്തനത്തിനു വേണ്ടി ഒരിക്കൽ കൂടി. കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നതോടെ തോട്ടം തൊഴിലാളികളായ ദമ്പതിമാർ 9ാം ക്ലാസ്സുകാരിയായ മകളെ വിവാഹം ചെയ്തു നൽകുകയായിരുന്നു. മാവടി സ്വദേശിനിയായ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് മാതാപിതാക്കൾ 36-കാരന് വിവാഹം ചെയ്തു നൽകിയത്. വരന്റെ വീട്ടിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു വിവാഹം നടന്നത്. പെൺകുട്ടിയുടെ ബന്ധുവിൽ നിന്നാണ് ശൈശവ വിവാഹത്തിന്റെ കാര്യം പുറം ലോകം അറിയുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലക്കാരാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. ഇവർ നെടുങ്കണ്ടത്തേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചതായിട്ട് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു നാട്ടുകാരൊരു പരാതി തന്നാണ്. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഉദ്ദേശിച്ച ആളുടെ വീട് പൂട്ടിയിട്ടിരിക്കുക. അയാളുടെ തറവാടും ബന്ധവുമെല്ലാം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ അയാളുടെ അനിയൻ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ പോയി അന്വേഷിച്ചതായിട്ടും അപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുള്ളതായിട്ടും അയാൾ തന്നെ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തമിഴ്നാട്ടിലാണ് സംഭവം. അവിടെ വീരവണ്ടി എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണെന്ന് പറയുന്നത്. ഈസ്റ്റർ അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിയതിനിടെയാണ് സെൽവരാജ് എന്നയാൾക്ക് ദമ്പതിമാർ മകളെ വിവാഹം ചെയ്തു നൽകിയത്. സെൽവരാജിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകുവാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവർ മകളെ വിവാഹം ചെയ്തു നൽകിയത്. കുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് ശൈശവ വിവാഹം സംബന്ധിച്ച് വിവരം പുറത്തുവിട്ടത്. ഞാൻ അവിടെ തമിഴ്നാട് പോയിട്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾ തമിഴ്നാട് പോയിട്ട് തിരിച്ച് കയറി വന്നപ്പോൾ കൊച്ചിലെ അവിടെ കല്യാണം നടന്നു ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെയുണ്ട്, ഞാനിത് അറിയുന്നില്ല. ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചെന്നു. അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരവിടെയാണ് കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കഴിച്ച മണ്ണച്ചാർക്ക് വന്നു. ഇതേക്കുറിച്ച് തേനി ജില്ലയിലെ വീരപാണ്ടി പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്.
ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നിരവധിയായ നിയമവും നീതിയും ഈ നാട്ടിലുണ്ട്. ഇവ സംരക്ഷിക്കുവാൻ നിയമപാലകരും നീതിപാലകരും എല്ലാവരുമുണ്ട്. പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ഒരിക്കലും നീതിയും നിയമവും കൂട്ടുനിൽക്കാറില്ല. ഇത്തരം വാർത്തകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ലജ്ജയോടുകൂടി നമുക്ക് തലതാഴ്ത്താം. കയ്യിൽ ഒരു ക്യാമറയുണ്ടെങ്കിൽ ആർക്കും ക്യാമറമാനാകാം. ഒരു പേനയുണ്ടെങ്കിൽ തിരക്കഥാകൃത്തുമാകാം. ലോകം മുഴുവൻ സംവിധായകരാൽ നിറഞ്ഞിരിക്കുന്നു. ടെലിഫിലിമുകൾ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ വേറിട്ട ഒരു സംരംഭവുമായാണ് ബേൺ മൈ ബോഡി എന്ന ടെലിഫിലിം ഇപ്പോൾ പ്രേക്ഷകരെ കീഴടക്കുന്നത്. ചിലപ്പോൾ തോന്നും ഒന്ന് ചത്താൽ മതിയെന്ന്. ചത്തുകഴിഞ്ഞാൽ എല്ലാം തീരുമല്ലോ. കൂട്ടുകാരിയുടെ ആത്മകഥത്തിന് അവളിൽ നിന്നുണ്ടായതൊരു മറുചോദ്യമായിരുന്നു. ചത്തുകഴിഞ്ഞാൽ എല്ലാം തീരുമെന്നാണോ നിന്റെ വിശ്വാസം? ചിലപ്പോ തോന്നും എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിയെന്ന്. ഇതിന്നെല്ലാത്തിന്നും ഒന്ന് രക്ഷപ്പെടാലോ. ചത്താൽ എല്ലാം തീരുമെന്നാണ് നിന്റെ വിചാരം? എല്ലാത്തിന്റെയും അവസാനമാണ് മരണമെന്ന് വിശ്വസിച്ചിരുന്നവരുടെ ഇടയിലേക്ക് മരണം ചിലർക്ക് അവസാനമല്ലെന്നും ജീവൻ വേർപെട്ട ശവശരീരത്തിൽ നിന്നുവരെ ലൈംഗിക സുഖം കണ്ടെത്തുന്ന പൈശാചിക മനസ്സുകൾ ഇന്ന് ഈ മണ്ണിലുണ്ടെന്നും പറഞ്ഞു വെക്കുന്ന യുവ സംവിധായകൻ ആര്യൻ കൃഷ്ണമേനോൻ. അങ്കിളുമായിട്ട് എന്താ പ്രശ്നം? ഓ, ഫിനാൻഷ്യലോ? അല്ല, സെക്ഷുവൽ. ബേൺ മൈ ബോഡി എന്ന ഈ ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ പ്രശസ്തി ആർജിക്കുന്നത്. ചില കഴുകൻ കണ്ണുകൾക്കുള്ളിൽ പെൺകുട്ടിയുടെ ജീവിതാവസ്ഥ മരണത്തിൽ വിഭിന്നമല്ലെന്ന് പറയുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രം പ്രേക്ഷകപ്രീതിയും നിരൂപകപ്രീതിയും ഒരുമിച്ച് നേടിയാണ് മുന്നേറുന്നത്. തിരക്കഥയിലും ചിത്രീകരണത്തിലും വ്യത്യസ്തതകൾ പുലർത്തുന്ന ഈ ചിത്രത്തിൽ പ്രശസ്ത താരങ്ങളായ നാദിർ ഷായും അപർണ മേനോനുമാണ് മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത്. തിരക്കഥയിലും സംവിധാനത്തിലും പശ്ചാത്തല സംഗീതത്തിലുമെല്ലാം പുത്തൻ പരീക്ഷണമാണ് ഷോർട്ട് ഫിലിമിനെ വേറിട്ട് നിർത്തുന്നത്. സമകാലീന ജീവിത ദുരന്തങ്ങളുടെ നേർക്കാഴ്ച കൂടിയായി മാറുകയാണ് ഈ ചിത്രം. ആർക്കും ക്യാമറമാൻ ആകാൻ കഴിയില്ല. ആർക്കും തിരക്കഥാകൃത്തോ സംവിധായകനോ എഡിറ്ററോ ആകാൻ കഴിയില്ല. വ്യക്തമായ ചിന്തകളും അക്കാഡമിക്കായ ചില രീതികളും ഉള്ളിൻ്റെ ഉള്ളിൽ സിരകളിൽ ബോധതലങ്ങളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതാണ് കലയ്ക്ക് അനിവാര്യം. ഇത് തെളിയിക്കുകയാണ് ആര്യ കൃഷ്ണമേനോൻ. അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു 100%. പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ. മഹാകവി കുമാരനാശാൻ. അദ്ദേഹത്തിന് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡെസ്കിൽ നിന്നും ഒരു വാർത്തയുണ്ടായിരുന്നു. KM സിനോബിയുടേത്. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചവയായിരുന്നു കുമാരനാശാന്റെ കവിതകൾ. 1873 ഏപ്രിൽ 12 ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാന്റെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽപ്പെട്ട കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് പെരിങ്ങാടി നാരായണൻ മലയാളത്തിലും തമിഴിലും അതിനിപുണനായിരുന്നു. മലയാളത്തിൽ അദ്ദേഹം രചിച്ച കീർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊച്ചുകുമാരൻ തന്റെ ജീവിത വഴി കവിതകളുടെ ലോകത്തേക്ക് തിരിച്ചുവിട്ടത്. 14-ാമത്തെ വയസ്സിൽ സ്കൂൾ പരീക്ഷ പാസായ കുമാരനാശാൻ അതേ സ്കൂളിൽ തന്നെ കുറച്ചുകാലം അധ്യാപകനായി ജോലി ചെയ്തു. എന്നാൽ ചെറുപ്രായത്തിലുള്ളവരെ അധ്യാപകരായി നിയമിക്കാൻ നിയമം അനുവദിക്കാത്തതിനാൽ അദ്ദേഹത്തിന് അധ്യാപന വൃത്തിയോട് വിട പറയേണ്ടി വന്നു. പിന്നീട് കൊച്ചാര്യൻ വൈദ്യൻ എന്നയാളുടെ കടയിൽ കണക്കെഴുത്ത് ജോലി സ്വീകരിച്ചെങ്കിലും അതും ഏറെ നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ കാലഘട്ടത്തിലും കുമാരനാശാൻ കവിതകൾ എഴുതിയിരുന്നു. ഇതിൽ ചില കവിതകൾ പറവൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുജന നന്ദിനി എന്ന മാസികയിൽ അച്ചടിച്ചു വന്നു. കുമാരു, എൻ കുമാരൻ, കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലാണ് അദ്ദേഹം കവിതകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്.
ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിൽ പ്രധാന വഴിത്തിരിവായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ചൈതന്യം കുമാരനെ ക്രമേണ യോഗിയും വേദാന്തിയുമാക്കി തീർത്തു. 20ാമത്തെ വയസ്സിൽ അദ്ദേഹം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് തന്റെ ജീവിതം മാറ്റി. ക്ഷേത്ര പരിസരത്ത് സംസ്കൃത പാഠശാലയും അദ്ദേഹം സ്ഥാപിച്ചു. സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെയാണ് അദ്ദേഹത്തിന് നാട്ടുകാർ പേരിനൊപ്പം ആശാൻ എന്ന വിളിപ്പേരുകൂടി സമ്മാനിച്ചത്. അല്പകാലത്തിനു ശേഷം നാടുവിട്ട കുമാരനാശാന്റെ പിന്നീടുള്ള ജീവിതം അരുവിപ്പുറത്തായിരുന്നു. ഈ കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപരിപഠനം നടത്താൻ കുമാരനാശാൻ തീരുമാനിക്കുന്നത്. തുടർന്ന് ശ്രീനാരായണ ഗുരു ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടെ ബാംഗ്ലൂർ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ കുമാരനാശാന് പ്രവേശനം നേടിക്കൊടുത്തു. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനു ശേഷം പിന്നീട് 2 വർഷക്കാലം അദ്ദേഹം കൽക്കത്ത സംസ്കൃത കോളേജിലും പഠനം തുടർന്നു. ഇതിനിടെയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ തിരിച്ച് അരുവിപ്പുറത്തേക്ക് വിളിപ്പിക്കുന്നത്. 1903 ജൂൺ 4 ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപുവിന്റെയും നേതൃത്വത്തിൽ SNDP യോഗം പിറവിയെടുത്തപ്പോൾ ആദ്യ സെക്രട്ടറിയായത് കുമാരനാശാനായിരുന്നു. ഏതാണ്ട് 16 വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു. 1904 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് SNDP യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിക്കുന്നത്. 909 ഈഴവർക്ക് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചപ്പോൾ SNDP യോഗം നിയമസഭാ ചുമതലകൾ ഏൽപ്പിച്ചതും കുമാരനാശാനെയാണ്. 1907 ഡിസംബറിൽ മിതവാദി പത്രത്തിൽ വീണപൂവ് എന്ന കവിത പ്രസിദ്ധീകരിച്ചതോടെയാണ് ശ്രദ്ധേയനായ കവി എന്ന നിലയിലേക്ക് കുമാരനാശാൻ വളരുന്നത്. ബുദ്ധമത സന്ദേശങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആ സ്വാധീനം അദ്ദേഹത്തിന്റെ പല കവിതകളിലും കാണുവാനും കഴിയും. ബുദ്ധമത സന്ദേശങ്ങൾ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കാൻ പ്രയോജനപ്പെട്ടേക്കുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ചണ്ഡാല ഭിക്ഷുകി, കരുണ എന്നീ കവിതകൾ എഴുതിയത്. നളിനി, ലീല, ദുരവസ്ഥ, പ്രരോദനം എന്നിവയാണ് കുമാരനാശാന്റെ മറ്റ് പ്രധാനപ്പെട്ട കവിതകൾ. 1924 ജനുവരി 16 പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് മഹാകാവ്യം എഴുതാതെ മലയാളത്തിന്റെ മഹാകവിയായി വളർന്ന കുമാരനാശാൻ ഓർമ്മയായത്. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച കാണും വരെ നന്ദി, നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001-2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PCBSc നഴ്സിംഗ്, Pharm D, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BCA Cloud Computing and all other courses. For more details, contact 179 Bar A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 09916039339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ. കരിയർ വേൾഡ്. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. And
32ാമത് തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തലിൽ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, എല്ലാവരും വരണം കേട്ടോ. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടി വി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.